എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന രുചിയൂറും ഗോതമ്പ് പ്രഥമനാണ്. ഇനിയിപ്പോൾ കർക്കിടക മാസം അങ്ങ് തീരാറായി. ഇനി ഓണനാളുകളാണ് വരാൻ പോകുന്നത്. ഈ ഒരു ഓണനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല സ്വാദേറിയ ഗോതമ്പ് പ്രഥമനാണ്. ഞാൻ ഈ പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലൊന്നും വെച്ചിട്ടല്ല, അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്ന പ്രഥമൻ കഴിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ രുചി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രഥമനൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതലും വേണ്ടത് തേങ്ങാപ്പാലാണ്. അതുപോലെ തന്നെ ഗോതമ്പ് പ്രഥമൻ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അളവിലാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഗോതമ്പ് പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഗോതമ്പ് പ്രഥമൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലാണ് ശർക്കര എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഗോതമ്പ് പ്രഥമന് 1/2 കിലോ വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കി വെക്കണം. ശർക്കര നമുക്ക് ഒരു 2.5 ലിറ്റർ വെള്ളത്തിലാണ് ഉരുക്കിയെടുക്കേണ്ടത്. ഗോതമ്പ് ഞാനിവിടെ 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം വാലാൻ വെച്ചിട്ടുള്ളതാണ്. 1/2 കിലോ ഗോതമ്പിന് 6 തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങ അല്പം ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 200 ഗ്രാം അളവില് നെയ്യാണ്. ഇനി ഒരു 5 ഗ്രാം ഏലക്കയും ഒരു കഷ്ണം ചുക്കും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ക്യാഷ്യൂസ് ആണ്. ക്യാഷ്യൂസ് നമുക്കൊരു 100 ഗ്രാം അളവാണ് വേണ്ടത്. നമുക്ക് ഈ നാളികേരത്തിനെ ഒന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കാം. 2.5 ലിറ്റർ 2-ാം പാലും 2.5 ലിറ്റർ തന്നെ 3-ാം പാലും എടുക്കണം. 1 ലിറ്റർ 1-ാം പാലും എടുത്തു വയ്ക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ പിന്നെ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് കട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവിലെ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്യാഷ്യൂസ് ആണ് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ ക്യാഷ്യൂസിനെ നമുക്ക് നല്ല പോലെ ഒന്ന് ചുവക്കി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ക്യാഷ്യൂസ് ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. ക്യാഷ്യൂസ് ഇവിടെ നല്ല പോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ 2 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഗോതമ്പാണ് ചേർക്കേണ്ടത്. നമ്മളിന്ന് ഗോതമ്പ് അടുപ്പിലിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലിട്ട് വേവിച്ചെടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതുമാണ്. ഞാൻ സദ്യയിൽ വിളമ്പുന്ന പായസം ആയതുകൊണ്ടിട്ട് അടുപ്പിലിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നെയ്യിലിട്ട് കൊടുത്ത് നല്ലവണ്ണം വരട്ടി വേവിച്ചെടുത്ത് തയ്യാറാക്കുമ്പോഴാണ് പ്രഥമന് ടേസ്റ്റ് കൂടുന്നത്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നല്ലവണ്ണം ഒന്ന് പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 3-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ കൈകൊണ്ട് ക്യാമറ ഓഫ് ആയിട്ടുണ്ട്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. 3-ാം പാൽ ചേർത്തിട്ടുള്ളത് 2.5 ലിറ്റർ അളവാണ്. നമ്മൾ ഈ ഗോതമ്പ് അടുപ്പിലിട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല പോലെ പാലൊഴിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. തിരുമ്മി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നാളികേരത്തിനെ കളയരുത്. ഇതിലേക്ക് ഇനിയും തേങ്ങാപ്പാൽ ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്ത് ചെറിയ തീയിൽ മൂടി വെച്ച് വേണം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഇനി നമ്മുടെ ഗോതമ്പ് ഒന്ന് വെന്ത് വരട്ടെ. ഞാനൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഗോതമ്പ് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. വീണ്ടും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ചെറിയ തീയിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഗോതമ്പിനെ ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിനുണ്ടായിരുന്ന വെള്ളം മുഴുവനും വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് അധികം ശ്രദ്ധ കൊടുത്ത് അടി ചേർത്ത് പായസം ഇളക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഗോതമ്പ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ ഗോതമ്പ് നല്ലവണ്ണം ഒന്ന് പൊട്ടി വെന്ത് വരുന്നത് വരെയും നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ടും. നമ്മുടെ ഗോതമ്പ് ഇതുവരെയും പൊട്ടി വന്നിട്ടില്ല. ഒന്ന് കടിച്ചു നോക്കിയാൽ നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്നതാണ് പാകം. കയ്യിൽ കോരി നോക്കിയാൽ നല്ലവണ്ണം നെങ്ങി വെന്ത് കിട്ടും. ഇനിയും നമുക്കിതിലേക്ക് 1.5 ലിറ്റർ അളവിൽ കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിഴിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്നും കുറച്ചുകൂടെ പാല് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതുമാണ്. അതിനുശേഷം നമുക്ക് മൂടി അടച്ചു വെച്ചിട്ട് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഗോതമ്പ് അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2 മിനിറ്റ് ഇടവിട്ട് നമുക്ക് മൂടി തുറന്ന് അടി ചേർത്ത്
ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നല്ല കുഴമ്പ് പോലെ തന്നെ ഗോതമ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കിയത് ചേർക്കാം. ശർക്കരപ്പാനി 2.5 ലിറ്റർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ഗോതമ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുകൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഗോതമ്പിലേക്ക് ശർക്കരപ്പാനി ഇളക്കി ഒന്ന് ചേർക്കാനായിട്ട് കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടുണ്ട്. സാവധാനം വേണം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ശർക്കരപ്പാനിയും ഗോതമ്പും ചേർത്ത് നല്ലവണ്ണം തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗോതമ്പ് ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലതുപോലെ മധുരം പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഈ ഒരു ശർക്കരപ്പാനി മുഴുവനും തന്നെ വറ്റിച്ചെടുക്കണം. ഗോതമ്പിലേക്ക് ശർക്കരപ്പാനി 1/4 ഭാഗം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2ാം പാൽ കൂടി ചേർക്കണം. 2ാം പാലും ഞാൻ 2.5 ലിറ്റർ അളവിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വറ്റി കിട്ടണം. ഈ ഒരു സമയത്തും നമ്മുടെ പ്രഥമൻ ഒരു തരി പോലും അടിയിൽ പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ടും. നമുക്ക് ഈ ഗോതമ്പ് പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 2.5 മണിക്കൂർ സമയം ആവശ്യമാണ്. 2.5 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഒരു 2ാം പാലും നല്ലവണ്ണം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ലിറ്റർ 1ാം പാൽ ചേർക്കണം. 1ാം പാൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പാലെടുത്ത് മാറ്റണം. പായസത്തിലേക്ക് ഒരു സീക്രട്ട് ആണിത്. 4 കദളിപ്പഴത്തിനെ നെയ്യില് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം കുറച്ച് കൽക്കണ്ടം കൂടി ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പ്രഥമനിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സീക്രട്ട് കൂടി ചേർക്കുമ്പോഴാണ് കാറ്ററിംഗുകാരുടെ പ്രഥമനും പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. 1ാം പാല് ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഗോതമ്പ് പ്രഥമൻ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ പ്രഥമൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമ്മുടെ പ്രഥമൻ ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടതുണ്ട്. മറ്റേത് പ്രഥമൻ തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തേങ്ങാപ്പാലും. ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുക്കും ഏലക്കായും കൂടി പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള കാഷ്യൂസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഓണനാളുകളാണ് വരാൻ പോകുന്നത്. ഈ ഒരു ഓണനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രഥമൻ ഇവിടെ തയ്യാറാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. വാഴ ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതിനായിട്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഗ്ലാസ്സിലാണ് ഇനി നമ്മൾ ഒഴിച്ചു കുടിക്കാൻ പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് നീട്ടിയെടുക്കേണ്ടതുമാണ്. ഇപ്പോൾ നിങ്ങളുടെ കൈവശം തേങ്ങാപ്പാലില്ലെങ്കിൽ പാക്കറ്റ് പാല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ കൂടി എത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.